ഇന്ന് നവരാത്രി വ്രതം ആരംഭിക്കുകയാണ്. രാജ്യമെമ്പാടും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. രാജ്യത്തെ ജനങ്ങൾ അത് ഏത് രീതിയിലായിരുന്നാലും, അതായത് ആഘോഷിക്കാനായിരുന്നാലും കച്ചവടത്തിനായിരുന്നാലും മറ്റെന്ത് തരത്തിനായിരുന്നാലും സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഫെസ്റ്റീവ് മൂഡിലേക്ക് നമ്മുടെ രാജ്യം കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 മണിക്ക് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ വന്നിരുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ 50% താരിഫിൻ്റെ പശ്ചാത്തലത്തിൽ GSTയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നിരുന്നത്. ആ മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കിത് അനുഭവവേദ്യമാകാൻ പോകുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞതാണ് ഈ മാറ്റങ്ങൾ നിലവിൽ വരും, നവരാത്രി തുടങ്ങുകയാണ്, ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കൂ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വില ഗണ്യമായി കുറയാനായി പോവുകയാണ്. പലതിൻ്റെയും വില കുറയാൻ പോകുന്നത്, അത് മരുന്നുകളുടെ ആകട്ടെ, അത് വാഹനങ്ങളുടെ ആകട്ടെ, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആകട്ടെ, എല്ലാത്തിൻ്റെയും വില ഗണ്യമായി കുറയാൻ പോവുകയാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇതിനെ GST സേവിങ്സ് ഫെസ്റ്റിവൽ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സ്വാശ്രയ ഇന്ത്യയ്ക്കായി ആഹ്വാനം ചെയ്യുകയാണ് പ്രധാനമന്ത്രി. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപമെന്ന് പറയുന്നത് ഡിപ്പെൻഡൻസിയാണ്. അതായത് മറ്റുള്ള രാജ്യങ്ങളെ പല കാര്യങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്നതാണ്. അങ്ങനെ മറ്റുള്ള രാജ്യങ്ങളെ പല കാര്യങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുമ്പോൾ ആ രാജ്യം പറയുന്ന കാര്യങ്ങൾ കൂടെ നമ്മൾ കേൾക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ആശ്രയത്വത്തിൻ്റെ നിലനിൽപ്പ് അവതാളത്തിലാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും GST സ്ലാബ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിന് ഒരു ദിവസം മുമ്പ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് നവരാത്രിയുടെ ആദ്യ ദിവസം മുതൽ GST സമ്പാദോത്സവം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയും. രാജ്യത്തെ ദരിദ്രർ, മധ്യവർഗം, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ, വ്യാപാരികൾ എന്നിവർക്ക് ഈ സമ്പാദോത്സവത്തിൻ്റെ പ്രയോജനം ലഭിക്കും. ഉത്സവകാലത്ത് എല്ലാവർക്കും മധുര പലഹാരങ്ങൾ ആസ്വദിക്കാമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ത്യയിലെ ജനങ്ങളും ബിസിനസ്സുകാരും പതിറ്റാണ്ടുകളായി വിവിധ നികുതികളുടെ കെണിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സാധനങ്ങൾ അയക്കണമെങ്കിൽ നിങ്ങൾക്ക് നിരവധി അംഗീകാരങ്ങൾ പൂർത്തിയാക്കുകയും നിരവധി നികുതി അടയ്ക്കുകയും ചെയ്യണമായിരുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത നികുതി നിങ്ങൾക്കുണ്ടായിരുന്നു. 2014 ഒരു കമ്പനി ബംഗളൂരുവിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഏതെങ്കിലും സാധനങ്ങൾ അയക്കണമെങ്കിൽ ബംഗളൂരുവിൽ നിന്ന് ഹൈദരാബാദിലേക്ക് നേരിട്ട് സാധനങ്ങൾ അയക്കുന്നതിനേക്കാൾ ആദ്യം യൂറോപ്പ് സാധനങ്ങൾ അയച്ച് പിന്നീട് ഹൈദരാബാദിലേക്ക് അയക്കുന്നത് എളുപ്പമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണ് പ്രധാനമായും കുറയുന്നത്. രാജ്യത്തിൻ്റെ നിലവിലെ ആവശ്യങ്ങളും ഭാവി സ്വപ്നങ്ങളും കണക്കിലെടുത്തായിരിക്കും GST പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇനി മുതൽ 5 മുതൽ 18% എന്നീ 2 സ്ലാബുകൾ മാത്രമേ ഉണ്ടാകൂ. ഭക്ഷ്യവസ്തുക്കൾ, മരുന്ന്, സോപ്പ്, ബ്രഷുകൾ, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടെ നിരവധി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയും. മുമ്പ് 12% നികുതി ചുമത്തിയിരുന്ന സാധനങ്ങളിൽ 99% ഇനങ്ങളും ഇപ്പോൾ 5% സ്ലാബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. യാത്രാ ചെലവും കുറയുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ വർഷം മാത്രം 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ആദായ നികുതിയിൽ സർക്കാർ ഇളവ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ GSTയിലെ പരിഷ്കരണങ്ങൾ കാരണം ആളുകൾക്ക് ഇരട്ടി സമ്മാനം ലഭിച്ചു. വീടിനായി TV, ഫ്രിഡ്ജ്, ബൈക്ക് അല്ലെങ്കിൽ കാർ വാങ്ങുന്നത് വില കുറഞ്ഞിരിക്കും. GST കുറഞ്ഞതിനാൽ ഇപ്പോൾ യാത്രയും വില കുറഞ്ഞതായിരിക്കും. വ്യാപാരികളും ഈ പരിഷ്കാരത്തിൽ സന്തുഷ്ടരാണ് എന്ന് എനിക്കറിയാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എടുത്ത തീരുമാനങ്ങൾ വഴി രാജ്യത്തെ ജനങ്ങൾക്ക് 2.5 ലക്ഷം കോടി രൂപ ലാഭിക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ആദായ നികുതി GST ഇളവുകൾ കൂടി ചേർത്താൽ മതിയെന്നാണ് മോദിയുടെ വാദം. എന്തായാലും സ്വയം പര്യാപ്തതയ്ക്കുള്ള ആഹ്വാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.